Hi viewers, I'm Januji. Today I'm going to tell you some ish words, ISH ish ending words. ഇംഗ്ലീഷിൽ ചില പദങ്ങളുണ്ട്, അത് ISH ഇഷ്ടിൽ അവസാനിക്കുന്നതാണ്. നിങ്ങൾ സാധാരണ കേട്ട് കാണും ഗേളിഷ്, ബോയിഷ്, ചൈൽഡിഷ്, ബേബിഷ് എന്നൊക്കെയുള്ള വാക്ക്. ഇതൊക്കെ ഇഷ് എന്നുള്ളതാണ്. അത് ഓരോ സന്ദർഭങ്ങളിലും അതിന്റെ അർത്ഥത്തിൽ ഒരു ചെറിയ വ്യത്യാസം വരും. അതാണ് ഇഷ് വേർഡ്സ്. പക്ഷേ ഇഷ് മീൻസ് യു ഡോണ്ട് നോ ദ എക്സാക്ട് നമ്പർ ഓർ എക്സാക്ട് എമൗണ്ട്. ഇത് ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് എത്രയുണ്ടെന്ന് അറിയുന്നില്ല. അപ്പോഴാണ് നമ്മൾ ഇഷ് ചേർക്കുക. അപ്പൊ അത് പ്രത്യേകിച്ച് നമ്പേഴ്സിന്റെ കൂടിയാണെങ്കിൽ അങ്ങനെയാണ് വരുന്നത്, കൃത്യമായിട്ടല്ല. അപ്പൊ ഇത് സാധാരണ വിത്ത് നൗൺ ഓർ വിത്ത് ആഡ്ജക്റ്റീവ് മൂന്ന് സ്ഥലത്ത് ഉപയോഗിക്കാം. വിത്ത് നൗൺ, വിത്ത് നമ്പർ, വിത്ത് ആഡ്ജക്റ്റീവ് മൂന്ന് സ്ഥലത്ത് ഇത് ഉപയോഗിക്കും. ഇഷ് ചേർന്ന പദങ്ങൾ വരും. എസ്പെഷ്യലി ദിസ് ഈസ് ഇൻഫോർമൽ. ഇത് സാധാരണ സംഭാഷണങ്ങളിൽ വരുന്ന, ഫോർമൽ അല്ല, ഔപചാരികമായ സ്ഥലത്തല്ല വരുന്നത്. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ അവരുടെ ഇൻഫോർമൽ ടോക്കിൽ വരുന്ന, അവർക്ക് കൃത്യമായി അറിയില്ല, എല്ലാം ഒരു ഇഷ് ചേർത്ത് അങ്ങോട്ട് പറയും. അത് എവിടെയും ചേർക്കുക, ഏത് ആഡ്ജക്റ്റീവിന്റെ കൂടി അവർ ചേർക്കും. അങ്ങനെയാണ് പോകുന്നത്. സോ വിത്ത് നൗൺ വരുമ്പം ലൈക്ക് ഓർ ബീയിങ് ലൈക്ക് ഓർ ഹാവിങ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ്, ഈ രണ്ടർത്ഥത്തിലാണ് നൗണിന്റെ കൂടെ ചേർന്ന് വരിക. അതായത് ഏകദേശം സാമ്യമുള്ള, അതാണെന്നല്ല പറയുന്നത്, അതിനോട് സാമ്യമുള്ള അല്ലെങ്കിൽ ആ സ്വഭാവ സവിശേഷതകളുള്ള എന്നൊക്കെയാണ് അർത്ഥം. സോ ഷീ ഈസ് ബോയിഷ്. ഞാൻ പറയാണ്, ഷീ ഈസ് ബോയിഷ് മീൻസ് അവള് ഷീ ഈസ് ലൈക്ക് എ ബോയ് എന്നാണ് അർത്ഥം. ഷീ ഈസ് ലൈക്ക് എ ബോയ്. ഹെർ ബിഹേവിയർ, ഹെർ വാക്കിംഗ് സ്റ്റൈൽ, ഹെർ ഫേസ് എറ്റ്സെട്ര. അവളെ കണ്ടു കഴിഞ്ഞ ഒരു ആൺകുട്ടിയെ പോലെ തോന്നിക്കുന്നതാണ്. ശരിക്കും അവളെ പെൺകുട്ടിയാണ്, ബട്ട് ഷീ ഈസ് ബോയിഷ്. കണ്ടു കഴിഞ്ഞാൽ ഒരു ആൺകുട്ടിയാണെന്ന് തോന്നിക്കും. ഷീ ലുക്സ് ലൈക്ക് എ ബോയ് ഓർ ഷീ ബിഹേവ്സ് ലൈക്ക് എ ബോയ്. ഈ അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. തിരിച്ചും പറയാം, ഹി ഈസ് ഗേളിഷ്. അവനെ കണ്ട ഒരു പെൺകുട്ടിയെ പോലെ തോന്നിക്കും. He is girlish. That means he looks like a girl or he behaves like a girl. കണ്ടാൽ പെൺകുട്ടിയെ പോലെ തോന്നിക്കും, അതുപോലെ പെരുമാറ്റം ഏകദേശം അതുപോലെയാണ്. അതാണ് ഗേളിഷ്. ചിലവരെ കുറിച്ച് പറയും he is childish. അവനിപ്പോൾ he is more than 20, ഇപ്പോഴും 10-20 വയസ്സ് കഴിഞ്ഞു, ഇപ്പോഴും എന്താണ് ചൈൽഡിഷ്, ചെറിയ കുട്ടികളെ പോലെ. ചില സമയത്ത് സംസാരവും പെരുമാറ്റം കണ്ടാൽ അവൻ ഈ ചെറിയ കുട്ടികളുടെ ഇതായിട്ടുള്ള പക്ക്, ദാറ്റ് മീൻസ് ഇമ്മെച്യൂർഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. വേറൊരു ചൈൽഡ് ലൈക്ക് എന്നൊരു വേർഡ് ഉണ്ട്, അത് പോസിറ്റീവാണ്. ഈ ചൈൽഡിഷ് എന്ന് പറയുമ്പോൾ നെഗറ്റീവാണ്. he is ഇമ്മെച്യൂർഡ് എന്നാണ്, ആ പ്രായത്തിനനുസരിച്ചുള്ള പക്വത വന്നിട്ടില്ല എന്നാണ് ചൈൽഡിഷ്. അത് ഹി ഈസ് ബേബിഷ് എന്നൊരു പ്രയോഗമുണ്ട്. ബേബിഷ്, കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ പെരുമാറുന്ന, അതും ഇമ്മെച്യൂർഡ് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്. ഇനി ഇഷ് വിത്ത് നമ്പർ വരും. അവിടുത്തെ അർത്ഥം അപ്രോക്സിമേറ്റ്ലി ഓർ എബൌട്ട്, അറൌണ്ട് എന്നൊക്കെ, ഓർ ക്ലോസ് ടു എന്നൊക്കെ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ്. സോ ഹൗ ഓൾഡ് ഈസ് യുവർ ന്യൂ മാനേജർ? ഹി ഈസ് 50ish. ഹി ഈസ് 50ish മീൻസ് ഏതാണ്ട് 50 വയസ്സിന്റെ അടുത്ത്. ദാറ്റ് മീൻസ് മോർ ദാൻ 50 ഓർ ലെസ് ദാൻ 50. അങ്ങോട്ടും ചെറിയൊരു വ്യത്യാസം വരും. അവിടെയാണ് നമ്മൾ 50ish എന്ന് പറയും. കൃത്യമായിട്ട് 50 വയസ്സെന്ന് പറയുന്നില്ല. കൃത്യമായിട്ട് നിങ്ങൾക്ക് 50 വയസ്സെന്ന് അറിയുമായിരുന്നെങ്കിൽ ഹി ഈസ് 50 എന്നേ പറയുള്ളൂ. ബട്ട് ഹി ഈസ് 50ish മീൻസ് ഏതാണ്ട് ഏകദേശം എന്നൊക്കെയാണ് അർത്ഥം. ഏതാണ്ട് ഒരു 50 വയസ്സ്. അപ്പൊ അവരല്പം കുറയോ കൂടുകയോ ചെയ്യും. അതാണ് 50ish. ചില സമയത്ത് നമ്മൾ പറയും ഐ ഗസ് ഹി ഈസ് 50 ഓർ 55ish. 50 ഓർ 55ish മീൻസ് 50 അല്ലെങ്കിൽ 55, ഇതിന്റെ ഇടയ്ക്ക് വരുന്നതാണെന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ പറയാം, ഐ ഗസ്, ഞാൻ ഊഹിക്കുന്നതാണ്. വാട്ട് ടൈം ഷുഡ് ബി കം? അല്ല, ഞങ്ങൾ എത്ര മണിക്കാണ് അങ്ങോട്ട് വരേണ്ടത്? അപ്പോൾ ഒരു ഇതിന് ക്ഷണിച്ചിരിക്കുകയാണ് സുഹൃത്ത്, അപ്പം ഞങ്ങൾ എത്ര മണിക്ക് വരണം? അപ്പം നോക്ക്, കം അറ്റ് 5:30. അപ്പൊ 5:30. അപ്പൊ 5:30 എന്ന് പറയുമ്പം 5:20 ഓർ 5:40 ഇതിന്റെ ഇടയ്ക്കൊക്കെ അങ്ങോട്ടോ 5-10 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടായാലും കുഴപ്പമില്ല. കൃത്യം 5:30 വരണം എന്നല്ല പറയാ, 5:30 എന്നാണ്. Then you see what time will the movie finish? അല്ല, സിനിമ എപ്പോഴാണ് കഴിയുക? at 10ish മീൻസ് 10 മണിക്ക്. കൃത്യം 10 മണിക്ക് എന്നല്ല അതിന്റെ അർത്ഥം. ഒന്നിൽ 9:45 ഓർ 10:10 ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടോ ചെറിയ മാറ്റം വരാം. കാരണം സിനിമയാണ് ഓടുന്നതിന്റെ ഇടയ്ക്ക് ചെറിയ മാറ്റം വരാം. Then you see with color ക്ലോസ് ടു, ഏകദേശം സാമ്യമുള്ള എന്ന് തന്നെയാണ് ഇവിടുത്തെ അർത്ഥം. ക്ലോസ് ടു ഓർ ഓൾമോസ്റ്റ്, നോട്ട് പ്യുവർ, ശരിക്കും ശുദ്ധമായതല്ല, ഓൾമോസ്റ്റ് ഏകദേശം എന്നർത്ഥം തന്നെയാണ് ഇവിടെ. ഫോർ എക്സാമ്പിൾ, വാട്ട് കളർ ഈസ് ഇറ്റ്? ഇതെന്താ നിറം? ഇറ്റ് ഈസ് ബ്ലൂയിഷ്. അപ്പം ശരിക്കും ബ്ലൂ ആണെങ്കിൽ പറയാം ഇറ്റ് ഈസ് ബ്ലൂ എന്നാണ് നമ്മൾ പറയാം. ഇറ്റ് ഈസ് ബ്ലൂയിഷ് മീൻസ് ഏതാണ്ട് നീല, ശരിക്കും നീലയാണ്, നോട്ട് പ്യുവർ ബ്ലൂ, ഇറ്റ് ഈസ് ബ്ലൂയിഷ്. ചില സമയത്ത് ഗ്രീനിഷ്, ഏതാണ്ട് പച്ച കളറാണ്. ഓർ ഇറ്റ് ഈസ് വൈറ്റിഷ്. അപ്പൊ ഈ വൈറ്റ്
വൈറ്റിഷ്, ഗ്രീനിഷ്, ബ്ലൂയിഷ് എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ആ കളറിനോട് സാമ്യമുണ്ടെന്നാണ്. മോസ്റ്റ്ലി ബ്ലൂ. ഇനി നമുക്ക് ബട്ട് നോട്ട് കംപ്ലീറ്റ്ലി ബ്ലൂ. അപ്പം ബ്ലൂയിഷ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി ബ്ലൂ ബട്ട് നോട്ട് കംപ്ലീറ്റ്ലി ബ്ലൂ. മിക്കവാറും നീലയാണ്, പക്ഷെ കംപ്ലീറ്റ് ബ്ലൂ ആണെന്ന് പറയാൻ പറ്റും. അവിടെയാണ് അത് ഉപയോഗിക്കുക. ഇനി ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ബ്ലാക്ക് ആൻഡ് ഗ്രേ. ബ്ലാക്ക് ആൻഡ് ഗ്രേ. ചില ഇത് കണ്ടിട്ടില്ലേ, ബ്ലാക്ക് ആണെന്നും പറയാൻ പറ്റില്ല, എന്നാൽ ഗ്രേ കളർ ചാര നിറമാണെന്നും പറ്റില്ല. അപ്പൊ നമ്മൾ അതില് ഇറ്റ് ഈസ് ഗ്രേയിഷ് ബ്ലാക്ക് എന്നാ പറയാം. ഇറ്റ് ഈസ് ഗ്രേയിഷ് ബ്ലാക്ക് മീൻസ് മോസ്റ്റ്ലി ബ്ലാക്ക് ബട്ട് സം ഗ്രേ. മോസ്റ്റ്ലി ബ്ലാക്ക്, കൂടുതലും കറുപ്പാണ്, പക്ഷെ അതിലൊരു ചാരനിറം കൂടി കലർന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഗ്രേയിഷ് ബ്ലാക്ക് എന്ന് പറയുന്നത്. എന്നാൽ തിരിച്ച് ബ്ലാക്കിഷ് ഗ്രേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലാക്കിഷ് ഗ്രേ, മോസ്റ്റ്ലി ഗ്രേ ആൻഡ് സം ബ്ലാക്ക് എന്നാണ് എൻ്റെ അർത്ഥം. ഫോർ എക്സാമ്പിൾ, ആ ഒരു ഇതിൽ കണ്ടില്ലേ, അപ്പം രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസം. അവസാനം വരുന്നത് ഏതാണോ നമ്മൾ പറയുന്ന ഗ്രേ ആണോ ഗ്രീൻ ആണോ അതാണ് കൂടുതൽ. ആദ്യം പറയുന്നത് അതിൽ ഏതാണ്ട് ഒരു നമ്മൾ പറയും ഒരു ചാര നിറത്തോട് കൂടിയ കറുപ്പ് എന്നൊക്കെ പറയുന്നതാണ്. ഇനി ഗ്രീനിഷ് മീൻസ് നോട്ട് ഡാർക്ക് ഗ്രീൻ, നോട്ട് വെരി ലൈറ്റ് ഗ്രീൻ, അതാണ് ഗ്രീനിഷ്. ഇനി അവരുടെ ഫിസിക്കൽ അപ്പിയറൻസിനെ കുറിച്ചൊക്കെ പറയുമ്പോഴും അത് ഉപയോഗിക്കും. ഈസ് ഹി ടോൾ? ഹി ഈസ് നോട്ട് വെരി ടോൾ, is not very short, he is tallish. Tallish എന്ന് പറഞ്ഞാൽ ഭയങ്കര പൊക്കമില്ല, എന്നാൽ പൊക്കം കുറവുണ്ടെന്നും പറയാൻ പറ്റില്ല, അതിനിടയ്ക്ക് ഒരു ഇടത്തരം പൊക്കമുള്ള, അതാണ് tallish എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. വാട്ട് ഈസ് യുവർ കോംപ്ലക്ഷൻ? ചില പെണ്ണ് കാണാനൊക്കെ പോയി അങ്ങനെ അവരുടെ നിറം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഷീ ഈസ് ഫെയറിഷ് ഓർ ഡാർക്കിഷ് ഇത് ഉപയോഗിക്കും. കളറിന് പറയുന്നതാണ്. ഫെയറിഷ് എന്ന് പറഞ്ഞാൽ വെളുത്ത എന്നാണ്, ഡാർക്കിഷ് എന്ന് പറഞ്ഞാൽ കറുത്ത. പക്ഷെ കൃത്യമായിട്ട് കറുത്തതാണെന്നോ കൃത്യമായിട്ട് വെളുത്താന്നോ അല്ലേ, ഏതാണ്ട് ഇരുനിറമുള്ള, അതായത് നമ്മൾ ഇരുനിറമുള്ള എന്നാണ് ഡാർക്കിഷ് എന്ന് പറയുമ്പോൾ. ഫെയറിഷ് എന്ന് പറഞ്ഞാൽ നല്ല വെളുത്തിട്ടല്ല, എന്നാൽ ഏതാണ്ട് വെളുത്ത്, ഇങ്ങനെ ഉപയോഗിക്കും. അതുപോലെ ഇപ്പം ഏത് ചോദ്യത്തിനും ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഇഷ് ചേർത്തിട്ട് ഉത്തരം പറയാം. ഹൗ ഈസ് യുവർ എക്സാം? ഹൗ വാസ് യുവർ എക്സാം? ഇഷ്, അവിടെ വേറൊരു ഇഷ് പറഞ്ഞാൽ മതി. അതിന്റെ അർത്ഥം കുഴപ്പമില്ല എന്നാണ് അർത്ഥം. കുഴപ്പമില്ല എന്നർത്ഥമാണ്, നോട്ട് ബാഡ് എന്നുള്ള അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. ഈസ് യുവർ ന്യൂ മാനേജർ ഓക്കെ? ഇഷ്, എങ്ങനെയുണ്ട് പുതിയ മാനേജർ? എങ്ങനെ? കുഴപ്പമില്ലല്ലോ. നമ്മളിങ്ങനെ പറയും. അതിന്റെ അർത്ഥം തന്നെ ശരിക്ക് പൂർണ്ണമായിട്ടൊരു എസ് പറയാൻ പറ്റില്ല, ഓക്കെ ആണെന്ന് പറയാൻ പറ്റില്ല എന്നാണ്. കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ. അപ്പൊ ഇവിടെയൊക്കെ ഉപയോഗിക്കാം. അപ്പൊ ഇപ്പൊ വന്നിട്ട് അവരുടെ ഇൻഫോർമൽ സ്പീച്ചിൽ എല്ലാ അഡ്ജക്റ്റീവിന്റെ കൂടെ എവിടെ വേണമെങ്കിലും അവരൊരു ഇഷ്യൂ ചേർത്ത് പറയും. അതിന്റെ അർത്ഥം നോട്ട് എക്സാക്ട് എന്നാണ്, കൃത്യമായിട്ടല്ല, ഒന്ന് ഏറിയും കുറഞ്ഞിരിക്കും എന്നാണ് അതിന്റെ. സോ ഫ്രണ്ട്സ്, യൂസ് ദീസ് കൈൻഡ്സ് ഓഫ് ഇഷ് വേർഡ്സ്. If you go through the dictionary, if you go through these articles, you can see a lot of ish words in English. So I hope you have understood. Thank you very much. Have a nice day.